Good afternoon, good afternoon, good afternoon. Welcome back to Qatar's favorite radio station, Radio Sonora 91.7 FM. Matney Mashup in the time. കൂടെയുള്ളത് ബോബിയാണ്. ഇന്ന് വെനസ്ഡേ ആണ്, May 12th ആണ്, പിൻഗാമികളുടെ സമയമാണ്. ഇന്നാണ് നമ്മുടെ കൂടെ പിൻഗാമികളിൽ ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 1965 മുതൽ സിനിമാ സംഗീത ലോകത്ത് വളരെ സജീവമായ മലയാളികളുടെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ സാറിന്റെ മകൻ ദിനനാഥാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. ദിനനാഥും ഒരു ഗായകനും കൂടെയാണ്, പക്ഷെ ഈ പറഞ്ഞ വളരെ ആക്റ്റീവായിട്ട് ഇപ്പം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലൊന്നും പാടുന്നില്ല. എന്തായാലും ജയചന്ദ്രൻ സാറിനെ പറ്റിയിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിലൂടെ കേട്ടിട്ടുണ്ട്. മകന് പറയാനുള്ളതും കൂടെ പിൻഗാമികളിലൂടെ കേൾക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ദിനു. ഇടക്കാലത്ത് ദിനുവിന് ഒരുപാട് സ്റ്റേജ് ഷോസിൽ കണ്ടിട്ടുണ്ട്, പിന്നെ കാണുന്നില്ല. അച്ഛൻ എവിടെയോ പറഞ്ഞൊരു കേട്ട മടിയനാണ്, അതുകൊണ്ടാണോ? അല്ല, മടിയനല്ല, അതല്ല. ഞാൻ എന്താ വെച്ചാൽ വർക്കിംഗ്, അപ്പോ എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് കാരണമായിരിക്കും ഒരു പക്ഷെ കുറഞ്ഞത് പറഞ്ഞപ്പോ ഇപ്പൊ ഈ കാലത്ത് ഇപ്പോ എനിവേ എല്ലാം സ്റ്റേജ് ഷോസ് ഒക്കെ കുറവല്ലേ. പക്ഷെ റീസൺ, അല്ലാണ്ട് മടിയല്ല. അച്ഛൻ പറയുന്ന പോലെ അവൻ എന്നേലും മടിയനാന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ലേ? സോ ദിനു ലൈക്ക് കേൾക്കുന്ന എല്ലാവർക്കും ആയിട്ട് ജയചന്ദ്രൻ സാറിന്റെ മകനാണ്. സോ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് ദിനു? അത് ആദ്യം ഒന്ന് കേൾക്കട്ടെ. Chennai, working in a IT company there. COVID കാലത്ത് നമുക്ക് വർക്ക് ഫ്രം ഹോം എനേബിൾഡ് ആയതുകൊണ്ട് currently in Thrissur. Okay, so like കുറേയും കൂടെ ഒരു തമിഴ് അല്ലെങ്കിൽ ചെന്നൈ, അതാണ് കൂടുതൽ ദിനുവിന്റെ ഒരു ഇതിലുള്ളത്. അപ്പോ സോ ലൈക്ക് ദിനു would like to know, like ദിനുവിന്റെ ഒരു ചെറിയ സമയത്തൊക്കെ അച്ഛൻ ഇത്രയും തിരക്ക് പിടിച്ച് ഇങ്ങനെ പാട്ടുപാടി നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ദിനു വളരുന്നത് അല്ലേ? അതോ കംപ്ലീറ്റ്ലി അതല്ലാതെ അച്ഛൻ അതൊന്നും അറിയിക്കാതെ ദിനുവിനെ വളർത്തുകയായിരുന്നോ? അല്ലല്ല, അങ്ങനൊന്നുമില്ല. പാട്ട് പാടി നമ്മളങ്ങനെയല്ലേ. ഇപ്പൊ മദ്രാസിലായിരുന്നപ്പോ അച്ഛൻ റെക്കോർഡിംഗിന് പോകും, അത് കഴിഞ്ഞിട്ട് വന്ന് വീട്ടില് ഏതൊക്കെയാ പാടിയെന്നൊക്കെ പറയും. സോ അങ്ങനെ ഒരു മിക്സ്ഡ് ഒരു ഇതിലാണ് നമ്മൾ പോയത്. ഡെഫിനറ്റ്ലി aware of what's happening. When did you realize അച്ഛൻ ഇത്ര വലിയൊരു സിംഗർ ആണ് ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നുള്ളത്? ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ, 5-6-10 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അറിയണേ എങ്ങനെയാണ്. പിന്നെ ഈ സ്റ്റേജ് ഷോസ് പോകുമ്പോ, പിന്നെ ഇങ്ങനെ പ്രോഗ്രാംസിന് പോകുമ്പോ അല്ലെങ്കിൽ റെക്കോർഡിംഗ്സിന് പോകുമ്പോഴാണ് നമ്മള് പിന്നെ കൂടെ പോകുമ്പോഴാണ് നമ്മള് മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ അവിടെയാണ് ആൾക്കാർ വന്ന് ഗ്രീറ്റ് ചെയ്യലും, എന്താ പറയാ, ഓട്ടോഗ്രാഫ് എടുക്കലും ആദരിക്കലും. അതെ, ഓട്ടോഗ്രാഫ്. അങ്ങനെ നമ്മൾ വരുമ്പോഴാണ് നമ്മള് മനസ്സിലാക്കണം, ഓ ഇങ്ങനെയാണോ. ഏതൊരു മലയാളി അടുത്ത് പെട്ടെന്ന് സാറിനെ പറ്റി ചോദിക്കുമ്പോൾ ആദ്യം പേടി. ഇവൻ ഞാൻ പോലും കുറച്ചു ദിവസം മുമ്പേ സാറിനോട് ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ പേടിച്ച് വിറച്ചാണ് തുടങ്ങിയത്. ബിക്കോസ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിലും സാറിന്റെ അടുത്ത് സംസാരിച്ച ഒരു 5 മിനിറ്റ് അങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് വളരെ സിമ്പിളായി ഒരു കുഴപ്പമില്ലാതെ സംസാരിക്കുന്നത്. ബട്ട് ദിനു ഒക്കെ വീട്ടിലേ പറഞ്ഞ പോലെ അച്ഛൻ ഇത്ര സ്ട്രിക്റ്റ് ആണോ? പുറത്തേക്ക് ആൾക്കാർ പറയുന്ന പോലെ പേടി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അച്ഛൻ? ആക്ച്വലി കുട്ടിപ്പായത്ത് ആള് കുറച്ച് സ്ട്രിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ടൂർ പോയി വരുമ്പോഴൊക്കെ he was never strict unless for നമ്മൾ എന്തെങ്കിലും ഇപ്പൊ കുസൃതി കാണിച്ചാൽ അങ്ങനെ ചിലപ്പോ ദേഷ്യം വരും എന്നല്ലാണ്ട് അതർവൈസ് ഓൾ വെരി ഹാപ്പി ഗോ ലക്കി ആയിരുന്നു ആള്. അതുകൊണ്ട് സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല. പിന്നെ ഷോർട്ട് ടെമ്പേർഡ്, യെസ് ഹി വാസ്. ആ ഒരു സമയത്ത് കുറച്ചൊരു ഇത് ഉണ്ടായിരുന്നു. ഒരു പെർഫെക്ഷനിസ്റ്റ് ആകുമ്പോ പിന്നെ അവർക്ക് ആ ഒരു ടോളറൻസിന്റെ വിട്ട് കുറവായിരിക്കും. അത് കാരണം പറഞ്ഞിട്ടുള്ളതുണ്ട്. അതർവൈസ് ഹീസ് ഓക്കെ ആൻഡ് ഹീസ് അച്ഛനും പിന്നെ ആ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ആള് മാറും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് സോ വീട്ടില് വേറെ അത് പിന്നെ ഇൻഡസ്ട്രി ആകുമ്പോൾ ചിലർക്ക് പീപ്പിൾ വിൽ ടേക്ക് അഡ്വാൻറ്റേജ് എടുക്കില്ലേ. വീട്ടിലൊക്കെ വെരി നോക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഇപ്പോ നേരെ തിരിച്ചാണ്. ഐ തിങ്ക് വി ബിക്കം മോർ ഷോർട്ട് ടെമ്പേർഡ് ദാൻ ഹിം. ഹി ഈസ് മോർ കാഷ്വൽ എന്നാണ് തോന്നുന്നത്. ഹ്യൂമർ സെൻസ് ഭയങ്കര അപാരമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവൻ നോർമലി പറയുന്ന കാര്യം പോലും അതിനകത്തൊരു തമാശ ഒളിപ്പിച്ചുകൊണ്ട് സാർ സംസാരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈയിടെയായിട്ട് ഞാൻ സുദീപ് കുമാർ പാട്ട് പാടുന്ന ഒരു പുള്ളി, അപ്പൊ പുള്ളി ഏതൊരു ഇന്റർവ്യൂവിൽ പറയണ സംസാരപ്രിയനാണ് ജയചന്ദ്രൻ സാർ പറയുന്നത്. അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്തു. കറക്റ്റ് ആണ്, സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അത് സംസാരിക്കുമ്പോൾ ആള് ഭയങ്കര ഒരു കളർഫുൾ ആക്കാൻ നോക്കും ചെയ്യും. വീട്ടിലും അങ്ങനെ തന്നെ ആള് വരുമ്പോ എൻറ്റയർ മൂഡ് ലൈറ്റപ്പ് ചെയ്യാൻ നോക്കുന്ന ആള്. അങ്ങനെയാണ് അച്ഛൻ. ഞങ്ങളൊക്കെ സീരിയസ് ആണ്. എന്റെ അമ്മ ചേച്ചിയെ നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആണ്. ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആണ്. ഈസ് ഹാർട്ട് ഓഫ് ദ പാർട്ടി എന്ന് പറയും. പിൻഗാമിയിൽ വരുന്ന എല്ലാ സെലിബ്രിറ്റി കുട്ടികളോടും ചോദിക്കുന്നത് ലൈക്ക് അറ്റ്മോസ്ഫിയർ നമ്മൾ ചില സമയത്ത് പ്രഷറൈസ് ചെയ്യുമെന്ന് പറയുന്ന പോലെ അച്ഛൻ പാട്ടിലായതുകൊണ്ട് തന്നെ ദിനുവിന് അതിലേക്ക് ഇങ്ങനെ വലിക്കുന്ന പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ടെൻഡൻസി ടു ബി ഇൻ മ്യൂസിക് പ്രൊഫഷനോ സിംഗറോ ആകണം എന്ന് വെച്ചാൽ ആളുകൾ ഏർലി എക്സ്പെക്ടേഷൻ ഉണ്ടാവല്ലോ, അച്ഛന്റെ മകനായിട്ട് പാട്ടില് സിനിമയിലൊക്കെ വരുമെന്നുള്ള ആ ഒരു സാധനം ഉണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ ദിനുവിനെപ്പോഴേക്കും? ആ ഒരു പ്രഷർ അങ്ങനെ തോന്നിയിട്ടില്ല. അത് പക്ഷെ അത് വൺ ഓഫ് ദ റീസൺസ് ഞാൻ മേ ബി എന്താ പറയാ അങ്ങനെ ഒരു എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മേ ബി
അറ്റ് സം പോയിന്റ് ടൈം യെസ് ചിലപ്പോ തോന്നും, പക്ഷെ ചിലപ്പോ ഓക്കെ. ആൻഡ് അച്ഛനൊന്നും ഇങ്ങനെ ഫോഴ്സ് ചെയ്യില്ലല്ലോ, നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് അപ് ടു യു, യു വാണ്ട് ടു കം. ഇറ്റ്സ് എ വെരി വെരി കോമ്പറ്റീവ് ഫീൽഡ്, യു ഹാവ് ടു പ്രിപ്പയർ, ബട്ട് ഇറ്റ് ഇസ് അപ് ടു യു. അങ്ങനെയാണ് പുള്ളിയുടെ സ്റ്റാൻഡ്. ഇൻഡസ്ട്രി ഇസ് വെരി കോമ്പറ്റീവ് ആണ്. ഇപ്പോ ഡെയിലി മെനി സിംഗേഴ്സ് ഹൂസ് കമ്മിങ് അപ്പ്. മുമ്പൊക്കെ ഒരു 3 പേരുണ്ടാവും, ആ 3 ഓപ്ഷനിൽ ഇങ്ങനെ കളിക്കും. അങ്ങനെയല്ലല്ലോ, എനിബഡി കൻ സിംഗ് ആൻഡ് ദർ ഇസ് നോ ദാറ്റ് എ ഓർ ബി ഹാസ് ടു സിംഗ്. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് നോക്കുമ്പോ he always told me that okay, you can try, of course, I'd love it to try, but ഇപ്പം അച്ഛന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഇല്ലെങ്കിൽ പോലും how about the people you meet or maybe from the industry അല്ലെങ്കിൽ സ്കൂളും കോളേജിലും ഒക്കെ പഠിക്കുമ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, അവരങ്ങനെ പ്രതീക്ഷയുണ്ടെന്ന്? That is correct. എല്ലാവരും ചോദിക്കും why didn't you, ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും. എന്തുകൊണ്ട് ഫീൽഡിൽ പോയില്ല, ആ ഒരു ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ഞാൻ പറയും, see, it all depends. everybody, എല്ലാരും നമ്മള് പോണവരൊക്കെ ക്ലിക്ക് ചെയ്യണമെന്നില്ലല്ലോ. I told him that I was quite frank. ആ സമയത്തൊക്കെ നമ്മള് ഇത് എടുക്കേണ്ട മേ ബി അറൌണ്ട് 20s, ആ സമയത്തൊക്കെ നമ്മള് കോളേജും പഠിപ്പും പിന്നെ ജോലിയായി അങ്ങനെ പോയപ്പോ പിന്നെ didn't really have time. And of course എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു, more than a passion at that point in time. So അത് കാരണം നമ്മള് really didn't take it seriously വേണമെങ്കിൽ പറയാം. ഒരു ഗായകന്റെ ചില സമയത്ത് ഒരു പ്ലസ് ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്കൂൾ കോളേജിലൊക്കെ ഗേൾസിന്റെ അറ്റൻഷൻ കിട്ടാനായിട്ട് സ്റ്റേജിൽ പാടുകയോ എവിടെയെങ്കിലും ഒന്ന് മൂളി കിട്ടിയാൽ മതി, പിന്നെ പെമ്പിള്ളാരെല്ലാം പിന്നിലാണ്. ദിനുവിന് അങ്ങനെ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നോ? ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു, ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. സോ അത് കാരണം തന്നെ ഗിവൻ എ ചാൻസ്, ചിലര് ഇപ്പൊ പറഞ്ഞ വഴി ഈ ചാൻസ് കിട്ടിയ പോയി സ്റ്റേജിൽ കയറി പാടുന്നുള്ള ആ ടൈപ്പേ അല്ലായിരുന്നു. ചാൻസ് കിട്ടിയ പിന്നെ പോയി ഒളിക്കും, അതായിരുന്നു ഞാൻ. സോ ആൻഡ് ആ സമയത്തൊക്കെ ഇറ്റ് വാസ് മോർ ഓഫ് എന്താ പറയാ, ഒരു ഭയങ്കര ഫ്രൈറ്റും ഫിയറും ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഐ വാസ് ആൻ ഇൻട്രോവേർട്ട്. ബട്ട് പിന്നെ then I realized that it doesn't really make sense. You should give it a try. You have the talent, it's better you try. And that was one of the reasons why I wasn't fully into it. One of the reasons. Many band ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളത് ഓരോ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസിനൊക്കെ പോയി പാടും ജയിക്കുകയൊക്കെ വരും. പക്ഷെ സ്റ്റിൽ എന്താ പറയാ, ഈ തന്നെ ഒരു സ്റ്റേജിൽ പാടാനുള്ള ഒരു ഫിയർ അതൊക്കെ ഭയങ്കരമായിരുന്നു. ഗ്രൂപ്പിൽ നമ്മള് ഹീറോ. അതെ സ്കൂളിലൊക്കെ നമ്മളെ പുഷ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പോയി പാടിയിട്ടുണ്ട്, ഓൾ ദാറ്റ് സ്റ്റഫ്. തന്നെ ഒരു സ്റ്റേജിൽ കയറി പാടുക, കുറെ ആൾക്കാർ മുമ്പ് കയറി പാടുക പറയുമ്പോൾ ഭയങ്കര ഒരു ഫിയർ ഉണ്ടായിരുന്നു. കോളേജിൽ അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല യു ആർ സിംഗിങ്? അത്ര ഇല്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ പിന്നെ സിംഗിങ് ആൻഡ് ഓൾ ദാറ്റ്. സോ ആ സമയത്ത് കോളേജിൽ എല്ലാവർക്കും അറിയായിരുന്നോ ദിനു ഇന്ന ആളുടെ മകനാണ് എന്നുള്ളൊരു ടാഗ്? ഡു അങ്ങനെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും അത് പിന്നെ എങ്ങനെയോ അത് വന്ന് പെടും. ഇപ്പൊ സെലിബ്രിറ്റീസിന് കിട്ടാകുമ്പോ അങ്ങനെയാണല്ലോ, നമ്മള് പറഞ്ഞില്ലാണ്ട് ചില കാര്യത്തൊക്കെ ഞാൻ പറയുകയില്ല. ഇന്നത്തെ ടൈം ഐ ഡോണ്ട് ഹാവ് ടു ടെൽ മീ, അങ്ങനെയോ ഒന്ന് ചോദിക്കവര്. ലൈക്ക് ഐ സെഡ്, ഐ വാസ് ആൻ ഇൻട്രോവേർട്ട്, സോ ഐ നെവർ ഓപ്പൺഡ് അപ്പ് ഇൻ ദാറ്റ് ടൈം. ബട്ട് അത് വന്നറിയും ആൾക്കാർ, ദേ വിൽ കം ആൻഡ് ടെൽ ഓക്കേ ഇന്നലെ മോനല്ലേ ചോദിക്കണം. യെസ്. ദിനു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന അച്ഛൻ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് അത് ഭയങ്കര കീനായിട്ട് ലിസൺ, ഞാൻ പാടുന്നത് കേൾക്കാൻ ഭയങ്കര കീനായിട്ട് ലിസൺ ചെയ്യും. ടു സീ വേർ ഐ ആം, അത് കേൾക്കും. പിന്നെ വൈകിട്ട് വന്നിട്ട് കുറ്റമാണ് ആദ്യം പറയാ, അത് നന്നായിരുന്നു എന്നുള്ളതാണ് ആദ്യം പറയാ. സോ ആദ്യമൊക്കെ നമ്മള് മുമ്പൊക്കെ പാടിയിട്ട് നമ്മള് മിണ്ടാണ്ട് പോകും, ചോദിക്കാൻ നിൽക്കൊന്നുമില്ല. പക്ഷെ മോശമാണെന്നൊരു സ്വയം ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കില്ല. ഇപ്പൊ പിന്നെ ചോദിക്കും എന്താ, എങ്ങനെയുണ്ട് ഓക്കെ. ചില സമയത്ത് യു ജസ്റ്റ് ഹാവ് ടു മേബി പ്രാക്ടീസ് എന്ന് പറയും. അച്ഛൻ ഭയങ്കര ഒരു ലൈക്ക് ആ ഒരു എനർജി പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഹൗ അബൌട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്? മേ ബി അച്ഛന്റെ ആരാധകരും കൂടെ ഉണ്ടായിരിക്കും ദിനുവിന്റെ ഫ്രണ്ട്സിലും, കോളേജോ മേ ബി സ്കൂൾ ടൈം തൊട്ടൊക്കെ നോക്കുവാണെങ്കിൽ. ഡെഫിനറ്റ്ലി. ഇപ്പൊ സ്കൂളില് എല്ലാവരും, സ്കൂളിലായാലും ശരി വർക്കിലായാലും ശരി, എവിടെയായാലും യു വിൽ ഫൈൻഡ് സെക്ട് ഓഫ് പീപ്പിൾ ഹു ആർ ഹാർഡ് കോർ ഫാൻസ് ഓഫ് ജയചന്ദ്രൻ. ചില ആൾക്കാരുടെ കണ്ണൊക്കെ പറയുമ്പോൾ സോ അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, അപ്പോഴാണ് നമുക്ക് നമ്മുടെ അച്ഛനെ പറ്റി തന്നെ അറിയാം, ഇങ്ങനെയാണോ. ചില സമയത്ത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ആക്ച്വൽ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. ആക്ച്വലി പഠിപ്പിക്കുന്നുണ്ടോ, പഠിപ്പിച്ചിരുന്നോ ലൈക്ക് പാട്ട് ചെറുതിലേ തൊട്ട്? പാട്ട് ചെറുതിലില്ല, മേ ബി സ്കൂൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് സ്കൂളിംഗ് കുറച്ച് പഠിച്ചു, വളരെ കുറച്ച് ഇത്തിരി പഠിച്ചു. ബട്ട് അഗൈൻ അത് പിന്നെ നമ്മൾ അത്രയും ഇൻട്രസ്റ്റ് കാണിച്ചില്ല, ബി വെരി ഫ്രാങ്ക്. അപ്പോ ആ സമയത്ത് എന്താണ് ഈ ചെത്തി നടക്കാനുള്ളതാണ് മെയിൻ ഐഡിയ. ആ സമയത്ത് നമ്മള് ഇറ്റ് വാസ് എ വെരി റോങ് ടൈം ടു ആക്ച്വലി സ്റ്റാർട്ട്. കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഏജ് ടു മേ ബി അറൌണ്ട് ഒരു 5 years 3-4-5 years ആ സമയത്തൊക്കെ പഠിച്ചത് മേ ബി ആ ഒരു ഡിസിപ്ലിനിൽ വരും. അതാണ്ട് ടീനേജ് ഹൈ ടീനേജ് ടീൻസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല. So you are more into like with friends, like ആ ഒരു ലൈഫ് വളരെയധികം എൻജോയ് ചെയ്തത്.
ചെന്നൈയുടെ ഹാർട്ട് ബീറ്റ് ശരിക്കും അറിഞ്ഞ ഒരാളാണ്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അപ്പൊ പിന്നെ ഇൻട്രോവേർട്ടിന് എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഇൻട്രോവേർട്ട് ആയി നമ്മള് ഇൻട്രോവേർട്സ് they will open up with some group of people or somebody. Certain with close friends, I know. Yeah. Not that they will be introvert always. So and it the transition to introvert to extrovert ആവുമ്പോ എങ്ങനെയാ ഈ ഫ്രണ്ട്സ് നമ്മളെ കളിയാക്കി. So they will make that transition. They will ensure that you become an extrovert over a period. So that way they have kind of helped me to come out of the shell. Actually ജയചന്ദ്രൻ സാറിന്റെ മകൻ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരായിരുന്നു? No doubt. I'd like to be, you can call me biased, but yeah, definitely. I don't know favorite singer എന്ന് പറയുമ്പോൾ definitely he comes first for me. Different eras, different people എന്ന് പറയും. അങ്ങനെ കുറെ for 50s, 60s, 70s, towards early 70s ഒക്കെ നോക്കുമ്പോൾ റഫി സാബ് in Hindi. തമിഴിൽ നോക്കുകയാണെങ്കിൽ you have many singers, TN സൗന്ദരരാജൻ സാർ, പിന്നെ PBS സാർ, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി പിന്നെ SPB സാർ, പിന്നെ ദാസ് സാർ, പിന്നെ അങ്ങനെ സോ ഡിഫറെന്റ് ഈര ഡിഫറെന്റ് സിംഗേഴ്സ്. അങ്ങനെ സോ ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അച്ഛൻ, പിന്നെ ഹരിഹരൻ, പിന്നെ റഫി സാബ്, അങ്ങനെ പോകും. ദിനുവിന്റെ ഒരു മ്യൂസിക് കൾച്ചർ എങ്ങനെയാണ്? ലൈക് മോർ ഓഫ് ഏത് സോങ്സ് ആയിരുന്നു ഇതിന് കേട്ട് വളർന്ന ഒരു ടൈം എന്ന് പറയുന്നത്? ലൈക് രാജ സാർ ആണോ? ഓർ സോ എന്റെ ചെറുപ്പകാലത്തൊക്കെ എന്റെ അമ്മ അച്ഛൻ എന്ത് ചോദിച്ചാൽ കോൺഷ്യസ്ലി അവർ എന്റെ പഴയ പാട്ടുകൾ കിട്ടി. യു ആർ ഫ്രീ ടു ഡിസൈഡ് വാട്ട് യു വാണ്ട്. സോ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ ജോണർ ഇല്ല. ഐ ലിസൺ ടു എനി സോങ് ആസ് ലോങ് ആസ് ഇറ്റ് ഫീൽസ് ഗുഡ് ഫോർ മീ. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ പഴയ പാട്ടും എൻജോയ് ചെയ്യും, 50s, 60s സോങ്സും എൻജോയ് ചെയ്യും. സെയിം ടൈം ഐ വിൽ എൻജോയ് ദ ന്യൂ ജെൻ സോങ്. സെയിം ടൈം ഐ വിൽ എൻജോയ് ദ പോപ്പ്, US, whatever, rock, rap, whatever. So as long as it feels good, and it makes me feel good, I definitely enjoy those kind of genres. Appa maybe ആ സമയത്ത് നോക്കുകയാണെങ്കിൽ definitely Raja sir ആയിരുന്നു എന്റെ ഒരു ഈര എന്ന് പറയുന്നത്. Raja sir and Rahman sir, those were the two cults at that point in time. One of your favorite songs from Raja sir or Rahman sir, എനിക്ക് ഒരു രണ്ടുപേര് പാടിത്തരുമെന്ന് ചോദിച്ചാൽ ഏത് പാട്ട് പാടിത്തരും? Raja sir എന്ന് പറയുമ്പോൾ so many I know. അച്ഛൻ തന്നെ പാടാം. കൊടിയിലെ മല്ലിയപ്പൂ മണക്കുതേ മാനി, എടുക്കവാ തൊടുക്കവാ തുടിக்கிறேன் நானே, பறிக்க சொல்லி தோண்டுதே பவழமல்லி தோட்டம், நெருங்க விடவில்லையே நெஞ்சுக்குள்ள கூச்சம், கொடியிலே மல்லியப்பூ மணக்குதே மானி, எடுக்கவா தொடுக்கவா തുടിக்கிறேன் നാനേ. ഇത് ആക്ച്വലി സർപ്രൈസ്ഡ് മീ. എനിക്ക് ഷോക്ക് ആയിപ്പോയി. കാരണം അച്ഛന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ഇത്. അച്ഛനെ കൊണ്ട് ഞാൻ ഇന്റർവ്യൂവിൽ ഇതാണ് പാടിച്ചത്. ദിനു ഇത് പാടിയപ്പോ എനിക്ക് പെട്ടെന്നൊരു ഇതായി പോയി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സോ റഹ്മാൻ സാർ എന്ന് പറയുമ്പോ വരുന്ന മനസ്സിലെ ആദ്യത്തെ പാട്ട്? റഹ്മാൻ സാറിന് മുമ്പ് വൺ ഓഫ് മൈ ഫേവറേറ്റ്, റഹ്മാൻ സാറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് ഞാൻ പാടി ആൾക്കാർക്ക് ചെവി പോയി. അതെ. ബട്ട് മൈ ഓൾ ടൈം ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോ മറ്റേ ഇന്ദിര എന്ന പടത്തിലെ നീരാ കായ്கிறது നേരം തേയ്கிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை காணும் தென்றல் போகின்றது தோலை சிரிக்கின்றது யாரும் சுகிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை காணும் காற்று வீசும் வெயில் காயும் காயும் அதில் மாற்றம் ஏதுமில்லையே ஆவானும் மண்ணும் நம்மை வாழச் சொல்லும் அந்த வாழ்த்து போயவில்லை என்றென்றும் வானில் நிலா காய்கிறது நேரம் தேய்கிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை കാണും. ഇതാണ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ്. അച്ഛന് കുറെ സോങ്സ് ഉണ്ട്. ദിനു വായ് സിനിമയിൽ എന്താ ദിനു വരുന്ന പാടാത്ത? ദിനു എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നത്? സത്യം പറ.
നമ്മള് പറഞ്ഞില്ലേ അതൊക്കെ ആ ഒരു ടൈമിന്റെ ഒരു ഇതാണ്. ടൈം ഒന്നും പറയും ദിനു ഇതിനകത്ത് എന്തോ ദിനു ഈ പറയുന്ന പോലെ ഇത്രയും പാടുന്ന ദിനു, ഞാൻ ദിനുവിന്റെ ലൈവ് ഷോ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും പാടുന്ന ദിനു വൈ സംതിങ് ഈസ് സ്റ്റോപ്പിംഗ് യു? സത്യം പറ. എല്ലാരും trying to push me, but maybe I don't know, ആ ഒരു bit of introversion ഒക്കെ ആവും. Maybe I feel that I'm not a good singer. അങ്ങനെയൊക്കെ ആ ഒരു thought process ആയിട്ട് നമ്മൾ കുറച്ചൊന്ന് പിന്നാക്കം നിന്നു. അതാണ് മേ ബി. Is there anything like എല്ലാ സെലിബ്രിറ്റീസിന്റെ മക്കളും പറയുന്ന പോലെ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ നമ്മളെ കമ്പയർ ചെയ്യും എന്നുള്ളത് is there in your mind? Constantly ഒരു പാട്ട് പാടുമ്പോ sometimes it happens that മോൻ പാടി എന്നാലും പക്ഷെ അച്ഛന്റെ മാടി അങ്ങനെ ഒരു ചില കമന്റ്സ്. അത് കാരണം നമ്മള് അപ്പോ ഓൾറെഡി ഒരു വക്കത്ത് നിൽക്കുകയാണ്, അപ്പൊ തന്നെ നേരെ നമ്മള് കൂട്ടി ഒരു ഷെല്ലിലേക്ക് പോകും. അത് കാരണം മേ ബി ദിസ് ഈസ് നോട്ട് മൈ ഫോർട്ടെ. ബട്ട് ദിനു അത് ബ്രേക്ക് ചെയ്യണ്ടേ? ബിക്കോസ് എനിവേ എപ്പോ ചെയ്താലും അത് എന്തായാലും നമ്മൾ കേൾക്കേണ്ടി വരും. ദാസ് സാറിന്റെ മകൻ വിജേഷ് ദാസ് പാടി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി അനുഭവിച്ച ട്രോളിന്റെ അത്രയും വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല ഫോർ ദാറ്റ് പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് ഏർലി സ്റ്റേജ്. നമ്മളെയും കൂടെ ഷേപ്പൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യത്തില്ലേ ടു ആൻ എക്സ്റ്റെന്റ്? കറക്റ്റ് യു ആർ റൈറ്റ്. ഇറ്റ് ഡസന്റ് മേക്ക് നമ്മൾ ട്രൈ ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. ഐ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ്. ട്രൈ ചെയ്യണം ഡെഫിനറ്റ്ലി. ഇപ്പൊ കുറെ കൂടി കോൺഫിഡന്റ് ആണ്. ഇപ്പൊ കുറെ കൂടി എന്താ പറയാ, യെസ് ഐ വോണ്ട് ടു എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. സോ ഐ ഹാവ് നോട്ട് ഗിവൻ അപ്പ്. സോ മേ ബി ഐ ഡോണ്ട് നോ ഇഫ് ഗോഡ് വില്ലിംഗ് ഡെഫിനറ്റ്ലി യാ വൺ ഡേ. വൺ ഡേ വെരി സൂൺ ആകട്ടെ. വൺ ഡേ എന്ന് പറഞ്ഞാൽ നിർത്തുന്നില്ല. ബട്ട് ഐ തിങ്ക് യു ഷുഡ് സ്റ്റാർട്ട് സിംഗിങ് കവേഴ്സ് യൂട്യൂബിലൊക്കെ പതിയെ പതിയെ. യു ക്യാൻ സീ നോ ദ റെസ്പോൺസ്. മേ ബി കുറേം കൂടെ അറിയാൻ പറ്റുമല്ലോ ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതൊക്കെ. ട്രൂ വെരി ട്രൂ. പക്ഷെ കുഴപ്പമെന്താ അറിയോ, ഇപ്പൊ നമ്മള് ജോലി ചെയ്ത് ടയർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ആകെ ടയർഡായി. ദി ഓൺലി തിങ് ഐ വാണ്ട് ടു ഡു ജസ്റ്റ് ഒരു സ്ഥലത്ത് മൂലയ്ക്ക് ഇരിക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ് എൽസ്, യു നോ. ഐ ജസ്റ്റ് വാണ്ട് അൺവൈൻഡ് ജസ്റ്റ് വെരി ക്വയറ്റ്ലി ആൻഡ് പീസ്ഫുൾ. അങ്ങനെ വരുമ്പോൾ വി നോട്ട് ഗെറ്റിംഗ് what you call ആ ഒരു സ്പേസ് ആൻഡ് ടൈം ടു തിങ്ക് ക്രിയേറ്റീവ്ലി. അതാണ് ഒരു മെയിൻ പ്രോബ്ലം. ഇപ്പൊ എന്താ വെച്ചാൽ I think that doesn't work. So maybe I am speaking to a few of my friends and seeing what can be done. So let's see how it goes. കാണുമ്പോ ഞങ്ങൾക്ക് സാറിന് ഒരുപാട് റിമൈൻഡ് ചെയ്യുന്നുണ്ട് ദിനു. ബട്ട് ദെൻ അച്ഛന്റെ ഏതെങ്കിലും സ്വഭാവം കട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വഭാവം അത് I wouldn't be the best person to answer that. Third person will know better. ഇല്ലാന്നാണ് എന്റെ വിശ്വാസം. But I don't know. I hope to emulate him, but I don't want to copy, literally and barely copy him, because and then അതിനൊരു ജെയിംസൺ സാർ മാത്രം പോരെന്ന് ചോദിക്കും. So but ദിനു അച്ഛന്റെ അടുത്ത് പറയാറുണ്ട്, അച്ഛൻ ഈ കാര്യത്തിൽ ഇങ്ങനെ ആയിക്കൂടെ, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ ചെയ്തുകൂടെ, അല്ലെങ്കിൽ certain comments അച്ഛൻ വെരി സ്ട്രെയിറ്റ് ആൻഡ് ഓപ്പൺലി പറയുന്നു. അതൊക്കെ ഒരുപാട് പറയാറുണ്ട്. പിന്നെ നമ്മള് we gave it up because realized that is what people love him. ആ ഒരു ഓപ്പൺനെസ്സും ആ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയണതാണ് people like him. അപ്പൊ നമ്മള് then I realized that it makes sense. നമ്മള് പിന്നെ നമ്മള് അത് പറയല്ലേ അയ്യോ അമ്മയും ഞാനും എന്റെ ചേച്ചിയൊക്കെ കോൺസ്റ്റന്റ്ലി ഞങ്ങള് ഓരോന്ന് ചിലപ്പോ ആള് പറഞ്ഞു തരുമ്പോ നമുക്ക് കയ്യേറ്റ അമ്മോ ആലോചിക്കും. But that's what people like in him, and they're like, okay, they've accepted him that way. പിന്നെ നമ്മള് നിർത്തി. വേറൊരു കാര്യം ചോദിക്കാനുള്ള, അച്ഛൻ വീട്ടില് ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ദിനു. അച്ഛൻ വയസ്സ് റിവേഴ്സ് അടിച്ചോണ്ടിരിക്കുകയാണല്ലോ, ഡ്രസ്സിംഗ് ആണെങ്കിലും അച്ഛന്റെ ലുക്കിലാണെങ്കിലും. അത് ആള് പണ്ട് മുതൽക്കേ ആൾക്ക് ഡ്രസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ടു എക്സ്ട്രീംസ് ആണ്. ചിലപ്പോ ഭയങ്കര ഇഷ്ടവും ചിലപ്പോ ഭയങ്കര കംഫർട്ടബിൾ ക്വയറ്റ് ആയിട്ടിരിക്കും ആള്. ടു എക്സ്ട്രീംസ് ആണ് അവർക്ക്. ചിലപ്പോ നല്ലതായിട്ട് ഡ്രസ് ചെയ്ത് നല്ല ഇതൊക്കെ ചെയ്യും, ചിലപ്പോ മീശ ഭരിക്കും, ചിലപ്പോ ആ ഒരു ഇതാണ്, ചിലപ്പോ മിണ്ടാണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോ ആൻഡ് ലൈക്ക് യു സെഡ്, ഇപ്പൊ ഈ ചില ഫോട്ടോസ് ഒക്കെ കണ്ടു ഞാൻ, ലൈക്ക് വേർ ഡു ഐ ഗോ ആൻഡ് ഹൈഡ്. അങ്ങനെയാണ്. എന്നുവെച്ചാൽ എല്ലാരും ഓബ്വിയസ് ക്വസ്റ്റ്യൻ ദാറ്റ് പീപ്പിൾ ആർ ആസ്കിങ് ഇസ് കണ്ടുപഠിച്ചൂടെ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ നമ്മള് മേ ബി ഗിവ് മീ ടൈം ടിൽ ദാറ്റ് ഐ വിൽ ഡു ദാറ്റ് ഫോർ ദിനുവിന്റെ അവസ്ഥ ഞാൻ എങ്ങോട്ട് തിരിച്ചാലും പ്രശ്നമുള്ളൂ, പാട്ടുപാടിയാലും പ്രശ്നമാണ്, ലുക്കില് the other day my friend was like you see he's building muscles and he's like like so what I mean I really don't have to keep following him right all the time. പക്ഷെ നാട്ടുകാര് സമ്മതിക്കണ്ടേ ദിനു? അതെ ഇതെല്ലാം വരുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ നെപ്പോട്ടിസം അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇത് പേരെടുക്കുക. ബട്ട് ഐ തിങ്ക് യു ആർ സമ്മൺ ഹൂ ഇസ് ലൈക്ക് ടോട്ടലി ഇതിൽ നിന്ന് മാറി നിൽക്കാൻ എങ്ങനെയൊക്കെ പറ്റും, അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നിൽക്കുന്ന ആളെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആയിരുന്നു, ഇപ്പൊ അല്ല. നോട്ട് ദാറ്റ് ഐ കോൺഷ്യസ്ലി ഡു നൗ. ഇപ്പൊക്കെ ഉണ്ടായിരുന്നു, ക്വൈറ്റ് കെയർഫുൾ ആയിരുന്നു. പിന്നെ ഈ നെപ്പോട്ടിസം എന്ന് പറയുന്നത് ഐ തിങ്ക് മേ ബി
ബി വൺ എക്സെപ്ഷൻ. നമ്മുടെ മലയാളികൾക്ക് ഒരു എക്സെപ്ഷൻ ആണെന്ന് വെച്ചാൽ അവിടെ നടക്കില്ല കാര്യങ്ങൾ വേണ്ടത്. അൺലെസ് യു ആർ റിയലി ടാലന്റഡ്, യു ഹാവ് ദ കേപ്പബിലിറ്റി, നത്തിങ് വിൽ റിയലി വർക്ക് എന്നാണ് എന്റെ ഒരു തോട്ട്. ഐ ഡോണ്ട് നോ ഫോർ അതർ ഇൻഡസ്ട്രീസ്, ബട്ട് ആൻഡ് ഇറ്റ് റിയലി മേക്ക് സെൻസ് ഓൾസോ. നമ്മൾ ഇറ്റ് ക്യാൻ ബി എ പ്ലാങ്ക്, ബട്ട് unless you have that stuff in you, you cannot sustain. So if people who have been started and if they've come up well, they have because of their own capability. Everybody, if you look at all they have their capability. അച്ഛന്റെ കയ്യിൽ നിന്ന് ഇതിനൊരു അഡ്വൈസ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം അച്ഛൻ പറഞ്ഞത് ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യരുത്, അല്ലെങ്കിൽ സം അഡ്വൈസ്? അത് പറയും, അത് കുറെ പറയും. ടൈം വേസ്റ്റ് ചെയ്യല്ലേ, പാട്ട് പഠിക്കാൻ നോക്കൂ, ട്രൈ ടു ലേൺ സം ഇൻസ്ട്രുമെന്റ്, അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം നടന്നോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തോ? പറയണത് കേട്ടു, പക്ഷെ കൊണ്ട് നടന്നില്ല. പാട്ട് പഠിക്കാൻ പറഞ്ഞു, ഞാൻ പാട്ട് പഠിച്ചു. ഇപ്പൊ കുറച്ചു കാലം കീബോർഡ് വായിച്ചു, പഠിച്ചു. അപ്പൊ പറഞ്ഞത് കേട്ടില്ല. നെവർ ബീൻ അനൻസർക്കാട് കാണിച്ചിട്ടില്ല, പക്ഷെ അത് കൊണ്ട് നടന്നില്ല. അത്രേ ഉള്ളൂ. അച്ഛനെ വിഷമിപ്പിക്കുകയും ചെയ്യില്ല, എന്നാ ഞാൻ എന്റെ ഇഷ്ടത്തിന് പോവുകയും ചെയ്യും. അതെ 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 അതെ. ദിനു മാരീഡ് അല്ലേ? അതെ അതെ, മോളുണ്ട്. അതെ, ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു, മോൾ എങ്ങനെയാണ് ഇപ്പം അപ്പൂപ്പന്റെ ഇതുപോലെ തന്നെ പാട്ടിലേക്ക് പോകുന്നുണ്ട്? ദിനു കാണിച്ച പരിപാടിയൊക്കെ മകള് കാണിക്കണ്ടോ ചോദിക്കായിരുന്നു. പാട്ടിനോടൊന്നും വലിയ ഇൻക്ലിനേഷൻ ഒന്നും കാണുന്നില്ല. മോർ ഇൻ ടു ഡാൻസിങ് ആൻഡ് ഡ്രോയിങ്. ഇപ്പോ ഈ സമയത്ത് ഇപ്പൊ ഇങ്ങനെയാണ്, ഇനിയിപ്പോ എങ്ങനെ മാറുന്ന അറിയില്ല. മുത്തശ്ശന്റെ അടുത്ത് ഈ മുത്തശ്ശന്റെ ടെറർ പരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ലായിരിക്കും അല്ലെ പിള്ളേരുടെ അടുത്ത്? ഒന്നും നടക്കില്ല. നമ്മളെ അങ്ങനെ പുഷ് ചെയ്തിട്ടില്ല ആള്. He has the same approach when it comes to grandkids. But ദിനുവിന്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ അബൌട്ട് ലൈക്ക് അച്ഛൻ പറഞ്ഞ പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്, കില്ലിംഗ് ദ ഓൾഡ് സോങ്സ് റിമിക്സ് ചെയ്തും. സോ ദിനുവിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടോ അബൌട്ട് റിമിക്സിംഗ് ആൻഡ് കവേഴ്സ് ഒക്കെ വരുന്നതിന്? ഓൾഡ് സ്കൂൾ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പാട്ട് അവർ ഉണ്ടാക്കുമ്പോ അതിന്റെ ലിറിക്സും അതിന്റെ ട്യൂണും പിന്നെ അതിന്റെ ഓർക്കസ്ട്രൈസേഷൻ, സോ ദീസ് ആർ യുണീക് സ്റ്റാമ്പ് ടു ഒരു സോങ്. അത് നമ്മൾ തിരിച്ചെടുത്ത് നമ്മൾ റീമിക്സിന് ഒരു there's no purpose unless you want to basically remix you're customizing a song. It really doesn't make sense because ആ പാട്ടിന് ഒരു പാട്ട് നമ്മൾ കേട്ടു, ആ പാട്ട് ഹിറ്റ് ആയെന്ന് വെച്ചാൽ you like it for everything. അത് നമ്മൾ മാറ്റി അതിന്റെ ഇത് ഇടുമ്പോൾ it doesn't really make sense. ഇപ്പൊ ഈ സിംഗേഴ്സ് എന്ന് പറയുന്നത് അവര് പാട്ട് അപ്പൊ തന്നെ പാടില്ല, അവര് പാട്ട് പഠിച്ച് 2-3 ദിവസം പ്രാക്ടീസ് ചെയ്ത് വിത്ത് സിങ്ക് വിത്ത് ദി ഓർക്കസ്ട്ര വിത്ത് എല്ലാം ചെയ്തിട്ട് ലൈവ് റെക്കോർഡിംഗ് ആണ്. അപ്പോ ആ ഒരു ജെല്ലിംഗ് ഓഫ് എവറിഥിങ് കമ്മിങ് ടുഗദർ അതൊക്കെ നമ്മൾ ഇതിലില്ല. ആൻഡ് ഐ എം ലിറ്റിൽ ബിറ്റ് ഓൾഡ് സ്കൂൾ ദാറ്റ് വേ. ആൻഡ് വൈ ടച്ച് സംതിങ് വിച്ച് ഇസ് ഓൾറെഡി നമ്മളൊരു ബ്രിഡ്ജ് പണിയാച്ചാൽ ആ ബ്രിഡ്ജിന് കുറെ നട്ട്സും ബോൾസും ഇതും കോളംസ് ആൻഡ് അതൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കും. പിന്നെ അതെടുത്ത് പിന്നെ അത് കോളമൊക്കെ മാറ്റില്ലല്ലോ. ഓൾറെഡി ഡൺ ആൻഡ് സെറ്റ്. ലെറ്റ് ഇറ്റ് ബി ദേർ. യു വാണ്ട് ടു ക്രിയേറ്റ് സംതിങ്, യു ക്രിയേറ്റ് സംതിങ് ന്യൂ. Is what I think. That's my personal person. Yeah, it's up to each person, each opinion actually. Because yeah. So ipo ee parnole ee situation il endana parivadi idinu mostly like office veetilirunnu work cheyalo okke aayipplekku idu ipo nammal oru caged bird feeling aanu ipo, especially indiailokke really tense situations aanu ipo. So ee samayathu nammal atyavasyathinu enakku maatramani porthu pova allande I think it's best to stay indoors and take your vaccines and at least be cautious. അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അത്രേ ഉള്ളൂ. സോ മൈറ്റ് ആസ് വെൽ ഡു ദാറ്റ്. ഇൻഡോറിലായപ്പോഴേക്ക് പുതിയത് എന്തെങ്കിലും ദിനുവിന്റെ കഴിവുകൾ ദിനു കണ്ടുപിടിച്ച് തുടങ്ങിയോ? പലരും പല പരീക്ഷണങ്ങൾ നടത്തുന്ന സമയമാണ്. Frankly, nothing really creative side nothing. ചിലപ്പോ പാടും, ചിലപ്പോ നമ്മള് പാട്ട് പാടും, ചിലപ്പോ സ്മ്യൂൽ ചെയ്യും. That's it. അതല്ലാണ്ട് outside of that nothing really happening at this point in time. But cool. Yeah, I want to do certain things. One of the things which I want to do is go and meet some of those music directors or whatever. So, but the problem is ഈ ലോക്ക്ഡൌൺ അതൊക്കെ വരുമ്പോൾ നമുക്ക് getting a little difficult. അച്ഛന്റെ പാട്ടുകളിൽ ഇനിയിപ്പോ ഞങ്ങൾ ചോദിച്ചു പറഞ്ഞ ഏതാ പാടിത്തര? മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്ന പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ പൂയിനം പൂത്തനാൾ മധു തേടിപ്പോയി
this is one of my favorite in the 80s, 90s. ആ ഒരു ഏരിയയിൽ definitely one of my favorites ആയിരുന്നു ഈ പാട്ട്. And I keep singing this whenever I get chance. ഇപ്പൊ കുറച്ച് പ്രാക്ടീസിലാണേ ഉള്ളൂ. ഒരു അച്ഛൻ പാട്ട് പാടി തരാറുണ്ടോ? ഐ മീൻ ചെറുതിലേക്ക് ഇങ്ങനെ ഗായകനായ ഒരു അച്ഛൻ ഉള്ളത് കൊണ്ട് പാട്ട് പുള്ളി ജനറലി ഹി യൂസ് ടു സിംഗ്. വീട്ടിലിരിക്കുമ്പോ യൂസ് ടു സിംഗ്. പിന്നെ നമ്മള് വീട്ടിലിരിക്കുമ്പോ ചിലപ്പോ പഴയ പാട്ടുകൾ നമ്മള് പാടി ഇങ്ങനെ ഇരിക്കും. സോ ആ സമയത്ത് കുറെ പാടുവാണ്. അല്ലാണ്ട് എനിക്ക് സ്പെസിഫിക്കലി എനിക്ക് ഇങ്ങനെ ഒന്നും പാടില്ല. വീട്ടിലിരിക്കുമ്പോ ജനറലി ഹി വിൽ സിംഗ് ഫോർ ഓൾ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കളി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുറവാണ്. അച്ഛന്റെ മുമ്പ് പാടാതെ പറയുമ്പോ തന്നെ മുട്ടിരിക്കും നമുക്ക്. അപ്പോ പെട്ടെന്നത് ഒഴിവാക്കും. അല്ല, പുറത്തൊക്കെ നമ്മുടെയൊക്കെ വിചാരം എന്തായിരിക്കും? അച്ഛൻ പാടുന്നു, മകൻ ഇപ്പുറത്തിരുന്ന് പാടുന്നു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടുന്നു. അച്ഛൻ പാടുമ്പോ നമ്മൾ കേൾക്കും, അത്ര പാടി കൊളാക്കില്ല. അവിടെ അമ്മ ഇതിലൊക്കെ എങ്ങനെയാണ് ഇത്രേ നിങ്ങളുടെ ഇടയിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്? അമ്മ ഹാസ് ബീൻ ഓൾവേസ് ദ കാമിംഗ് ഫാക്ടർ ഞങ്ങളുടെ ഇടയിൽ. വി ഹാവ് അച്ഛന്റെ ചില എക്സെൻട്രിക് ബിഹേവിയർ ഞങ്ങൾക്കുണ്ട്. ബട്ട് ഷീ ഹാസ് ബീൻ ദ മോർ പ്രാക്ടിക്കൽ ആൻഡ് കാമിംഗ് ഫാക്ടർ ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഇറ്റ്സ് ബീൻ ഹെൽപ്ഫുൾ, താങ്ക്ഫുള്ളി. അല്ലെങ്കിൽ പിന്നെ ഇഫ് ഷീ വാസ് ഓൾസോ ഹൈപ്പർ ഇൻ എ ഡിഫറെന്റ് വേ ദെൻ ഓ ഗോഡ്. സോ ദാറ്റ് വേ യാ വി ആർ വെരി താങ്ക്ഫുൾ. അമ്മ ഹാസ് ബീൻ ഓൾവേസ് ദ കാമിംഗ്. ആൻഡ് പിന്നെ ആളുടെ ഭയങ്കര she was trying, I think she used to be more pushy, to tell me to go and become a singer and things like that. So she's been always trying to help and encourage from behind. So ഭാര്യ എങ്ങനെയാണ്? പാട്ടിൽ വീണ ആളാണോ? ഭാര്യ എന്ന് പറയുന്നത് she's learned singing for about 9 years. പിന്നെ she's never sang. ആൾക്ക് പിന്നെ ഡാൻസിനോടാണ് മോർ താല്പര്യം. So she likes to dance and things like that. So പാട്ട് എന്ന് പറയുമ്പോ എന്റെ പാട്ട് he said I never sing, hardly I sing, ever sing. He's like you should sing more and more. ഞാൻ പറഞ്ഞില്ലേ, given a chance I would go behind and just gel with the crowd rather than go up and sing. അങ്ങനെയായിരുന്നു ഞാൻ എപ്പോഴും. So everybody's like, you should do more singing, you should sing, practice more and things like that. ഞാൻ വിചാരിച്ച ഭാര്യനെ പാട്ടൊക്കെ പാടിച്ചിട്ടാ വീഴ്ത്തി എന്നുള്ളത്. അത് അങ്ങനെ ആയിരുന്നല്ലോ. കോളേജിലാണ് I met her in college. Okay. So it was a love marriage. ഇതാണ് ഇൻട്രോവേർട്ടിന്റെ കഥയിൽ ഈ ട്വിസ്റ്റുകൾ നോക്കിക്കേ. ഇൻട്രോവേർട്ട് പാട്ട് പാടൂല, ലാസ്റ്റ് കോളേജിൽ പോയി പാട്ടും പാടി പ്രേമിച്ച് കല്യാണം കഴിച്ചു. അത് പറയില്ലേ മിണ്ടാപ്പൂച്ച കാലോടക്കെന്ന് പറയുന്ന മാതിരിയാണ്. അത് ലാസ്റ്റ് ആയപ്പോഴേ കാലം ഉടച്ച്. ഇത്രയും നേരം മിണ്ടാപ്പൂച്ചയായിട്ട് ഇരുന്നതാ. ആ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇത് കാലം ഉടക്കി ലാസ്റ്റ്. ആ സമയത്തൊക്കെ ഡെഫിനറ്റ്ലി കുറെ പാട്ടുണ്ട്. ഈ പറഞ്ഞ PG-യിലാണ് നമ്മള് കണ്ടത്, കണ്ടുമുട്ടിയത്. ആ സമയത്തൊക്കെ പിന്നെയും പാടി കുറച്ച് കോൺസേർട്സ് അങ്ങനെയൊക്കെ, കോളേജ് ഫെസ്റ്റ് അങ്ങനെയൊക്കെ പോയി പാടിയിരുന്നു. ഭാര്യക്ക് ഏറ്റവും കൂടുതൽ പാട്ട് പാടി കൊടുത്തേക്കുന്ന ഏതാ ഫോണിലൊക്കെ? Lot of songs, yeah. It's very difficult for me to tell now. It's been like 13-14 years now. എന്നും പറഞ്ഞു ഓർമ്മകളൊക്കെ മറന്നു പോവും. അതിനോ ഏതെങ്കിലും ഒരു അവസരത്തെ ഓർക്കൂല, അയ്യോ ഈ പാട്ടൊക്കെ ഞാൻ പാടിക്കൊടുത്തല്ലോ അത്? Maybe ആംഖേൻ തെരി കിത്നി ഹസി എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലെ ആ പാട്ടൊക്കെ കുറച്ച് പാടി കൊടുത്തിട്ടുണ്ട്. പാട്ട് പാടിത്താ, പാട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? ആംഖേൻ തെരി കിത്നി ഹസി के इनका आशिक मैं बन गया हूँ, मुझसे चुरा ले इनमें तू. എന്തായാലും അതിന് ലൈക്ക് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചാൽ തുടങ്ങിയ പോലെ തന്നെ എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, മകനും എങ്ങനെയായിരിക്കും അച്ഛനെ പോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അച്ഛനേക്കാളും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു സംസാരിച്ചു വന്നപ്പോഴേക്ക്. നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. ആൻഡ് കേൾക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് യു ഹാവ് ടു പ്രോമിസ് യു വിൽ കം വെരി സൂൺ ടു മ്യൂസിക് ഇൻഡസ്ട്രി എന്നുള്ളത്. വെരി സൂൺ അത് അതിനു വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുകയെന്നും കൂടി ഇപ്പൊ ഇവിടെ പറയണം. വർക്ക് ചെയ്ത് തുടങ്ങി. അതാണ് അരമണിക്കൂർ മുമ്പേ തുടങ്ങി. സോ ഞങ്ങള് വേഗം പ്രതീക്ഷിക്കുന്നു. ഇനി അച്ഛന്റെ ആ ഒരു അതൊന്നും ചിന്തിക്കണ്ട, ദിനുവായിട്ട് തന്നെ വന്ന് പാടുന്നത് കേൾക്കാനായി ഞങ്ങളും ആഗ്രഹിക്കുന്നു. സോ താങ്ക്സ് ടു യു ദിനു, ഇത്രയും നേരം എന്താ പറയാ സഹിച്ച് സംസാരിച്ചതിന്. താങ്ക് യു സോ മച്ച് ദിനു. അപ്പൊ ടേക്ക് കെയർ, ബൈ. എന്തായാലും ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകൾ കേട്ട് വന്ന നമുക്ക് ദിനനാഥിന്റെ പാട്ടുകളും ഇനി അങ്ങോട്ട് കേൾക്കാൻ സാധിക്കട്ടെ മലയാള സിനിമാ ലോകത്ത് എന്ന് വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലം ടാറ്റ പറയുന്നു. അടുത്ത ആഴ്ച മറ്റൊരു പിൻഗാമിയുമായി വീണ്ടും കേട്ട് കൂട്ടുകൂടാം.